നിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചീറ്റ് ചെയ്തതിന്. നോൺ ബെയിലബിൾ ഒഫൻസാ. അറസ്റ്റ് ചെയ്യുക. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത് സർ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതോ ഇനി FIR മൊത്തം വായിച്ചു കേൾപ്പിക്കണോ? എന്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാ. അവരെ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് അകത്തോണ്ട് വരുത്ത്. ഇങ്ങതാ സർ, എന്റെ കൂടെ കൊച്ചാപ്പനൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇവരെ അകത്തോണ്ട് വരുത്ത്. വാ നടക്ക. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും പ്ലീസ്. എന്റെ മൂത്ത മോനൊരു ആക്സിഡന്റ് വന്നിട്ട് കാല് വയ്യാണ്ട് കിടക്കുക. അവർ ഞാൻ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ഇപ്പൊ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ പോയിട്ട് വരാം സർ. എന്നെ അറസ്റ്റ് ചെയ്യരുത്. നിങ്ങളൊന്നും മണ്ടത്തരമായി പറയുന്നത്. ഡോ, ചെന്നവരുടെ ബന്ധുക്കാരാളുണ്ട് വിളിക്ക്. ചെന്ന് വിളിക്ക് സർ പ്ലീസ്. ഇവരെ കൊണ്ട് വരുത്ത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ പ്ലീസ്. വരാൻ വരൂ. ഇവിടെ ഇരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അശ്ലീല വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ ആൻസി വർഗീസ് പോലീസ് കസ്റ്റഡിയിൽ. നിന്റെ ആൻസി വർഗീസിനെ അറസ്റ്റ് ചെയ്തെന്ന് വന്ന് കാണ്. ചിത്രേ, കുറച്ചുകൂടെ ശബ്ദം വൈകി എല്ലാരും കേൾക്കട്ടെ. സിഡാക്ക് പരിശോധനാ ഫലത്തിൽ അശ്ലീല വീഡിയോയിലുള്ളത് ആൻസി വർഗീസ് തന്നെയെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് പോലീസ് ആൻസി വർഗീസിനെ കസ്റ്റഡിയിലെടുത്തത്. തന്നെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നതായി നേരത്തെ ആൻസി വർഗീസ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. DGPയുടെ ഉത്തരവിനെ തുടർന്നാണ് തോണിക്കരയിലെ തറവാട്ടുവീട്ടിൽ നിന്ന് ഇന്ന് വൈകിട്ട് ആൻസി വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാളെ രാവിലെ ആൻസി വർഗീസിനെ ജില്ലാ ചീഫ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പ്രശസ്ത മാധ്യമപ്രവർത്തകനും അഭിഭാഷകനുമായ KGS ആൻസിക്ക് വേണ്ടി ഹാജരാകുമെന്നും വാർത്തകളുണ്ട്. നാളെയും പോലീസ് കസ്റ്റഡിയിൽ തുടരാനാണ് സാധ്യത. ആൻസി വർഗീസിനെ കസ്റ്റഡിയിലെടുത്തതിൽ അനുകൂല നിലപാടാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനും അപമാനമായി തീർന്ന ആൻസിയെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് എഴുത്തുകാരി അതെങ്ങനെയാ ഇപ്പോഴും താങ്ങിക്കൊണ്ട് നടക്കല്ലേ ചിലത്? മമ്മി, പല്ലവയ്ക്ക് ആ വകുപ്പൊക്കെ ഒന്ന് പറഞ്ഞോട്. ജാമ്യം എടുക്കാൻ പോകട്ടവള്. സാർ, സാറിന്റെ ഷോ ഇപ്പം നടക്കുന്നില്ല? ഉണ്ട്. നമസ്കാരം സർ. ആ അതെ സാറേ, SP സാർ വിളിച്ചിരുന്നു. സാർ. അതെ സാർ. ചോദിച്ചോ? ഇല്ല സാർ, ഇല്ല. വനിതാ സബ്ജക്റ്റെല്ലാം ബിസിയാണ് സാർ. ഇപ്പം പഴയ പോലെ അല്ലല്ലോ. ഫീമെയിൽ ക്രൈം ഇങ്ങനെ കൂടിക്കൂടി വരെയല്ലേ? ഇല്ല സാർ. ഓക്കെ സാർ. ഓക്കെ സാർ, ഞാൻ ആൻസിയുടെ വക്കീലാണ്. അഡ്വക്കേറ്റ് KG സുബ്രഹ്മണ്യ അയ്യർ. നിങ്ങളെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ടല്ലേ? ദേ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച ഇപ്പോഴാ. അതിനു മുമ്പേ സാറ് മുന്നിലെത്തി. അവരെ എന്തിനാ അറസ്റ്റ് ചെയ്യുമെന്ന് പറയൂ മിസ്റ്റർ ഓഫീസർ? മുഖ്യമന്ത്രി, DGP തുടങ്ങിയ ഉത്തരവാദിത്തമുള്ള വ്യക്തികളെയും സീഡാക്, സൈബർ സെല്ല് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെയും ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചതിനും അതുവഴി വരുത്തി വച്ച ഭീമമായ പാഴ്ചെലവുകളും. അതായത് വിശ്വാസവഞ്ചന, 420 IPC, ചീറ്റിംഗ് അല്ലേ? യെസ് സാർ. അപ്പോൾ സ്റ്റേഷൻ ബെയിലബിൾ അല്ല. 4 ദിവസം കോടതി അവധിയാണ് സാർ. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമാണോ സാർ അത് അറിഞ്ഞത്? സാർ, എനിക്ക് എൻ്റെ കക്ഷിയോടൊന്ന് സംസാരിക്കണം. സാറേ, നാളെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കോടതി വെച്ച് കാണാമല്ലോ. സാറേ, ആ സ്ത്രീയെ നിങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ? ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മിനിമം മര്യാദ കാണിക്കണ്ടേ ഏത് ഓഫീസറാണെങ്കിലും? സാറേ, ഇത് ചെറിയ ഒഫൻസ് അല്ലല്ലോ. എനിക്ക് മുകളിൽ ഒരുപാട് പേരുണ്ട്. എനിക്കത് കേൾക്കാനല്ലേ പറ്റൂ. സാറേ, അവരെ ഒന്ന് വിളിക്കാവോ? ഡോ, അവരെ ഇനി വിളി. സാർ. അതെ, നിങ്ങളെ വിളിക്കുന്നുണ്ട്.
സർ, ആൻസി ഇങ്ങ് വന്നേ, നീ വന്നേ. ആൻസി, ആൻസി, ഇതൊരു ഗൂഢാലോചനയാ. ഞാൻ വേണ്ടത് നോക്കിക്കോളാം. മക്കള് ഞങ്ങളില്ലേ പുറത്ത്, കൊച്ചാപ്പനക്കില്ലേ? ഞാൻ കരുതിയതിലും വലിയ കളികളാണ് നടക്കുന്നത്. അതുകൊണ്ട് മാത്രം പറ്റിയതാ. ഒരു രാത്രി ലോക്കപ്പിൽ കിടക്കേണ്ടി വരും. അയ്യോ, ഏയ്, വിഷ- മോള് വിഷമിക്കരുത്. കുഞ്ഞുങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വിഷമിക്കില്ലേ മോളെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മോള് സമാധാനമായിട്ടിരിക്കും. സർ, എന്റെ കുഞ്ഞുങ്ങളുടെ അറസ്റ്റ് ഒന്നും പറഞ്ഞു പോയേക്കരുത്. അവര് പേടിച്ചു പോകും. സർ, അവരെ സമാധാനിപ്പിക്കണം. എന്താ പറയാ? ഏയ്, ആൻസി വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. അവർക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയിക്കോളാം. വിഷമിക്കണ്ട, ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. ആൻസി, ഇതൊരു പോരാട്ടം തന്നെയാ. ആത്മധൈര്യം മാത്രം കൈവിട്ടു പോരുത്. ശരി. കൊച്ചപ്പ, ചെല്ലേ, ഞങ്ങളുണ്ട് ഇവിടെ. സാറേ, കൊച്ചിനെ തന്നെയാക്കിയിട്ട് എങ്ങനെയാ സാറേ പോകുന്നത്? സാറേ, കൈ കൊണ്ടോ വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ആ സ്ത്രീക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടായ ഈ തൊപ്പി ഒരു വീട്ടിലെ ഭിത്തിയെ തൂക്കേണ്ടി വരുമെന്നല്ല, ആയുഷ്കാലം അഴിയെണ്ണേണ്ടി വരും. ഇപ്പോൾ ഈ സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുള്ള ഓരോ സ്റ്റാഫും കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് മാന്തിച്ച ഒരു മേലുദ്യോഗസ്ഥനും ഒരുമിച്ച് ജയിലിൽ കിടന്ന ചരിത്രമില്ല. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ആ സാറ് ചെല്ല്. ആ ചെല്ല് ചെല്ല് ചെല്ല്. സാറേ, ഈ കൊച്ചിനെ തന്നെ ഇട്ടിട്ട് എങ്ങനെയാ സാറേ പോകുന്നത്? ഞാനിവിടെ ഇരുന്നോളാം. അവക്ക് ആരെങ്കിലും വേണ്ട സാറേ. സാർ കുഞ്ഞുങ്ങളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ ഇരിക്കാം സാറേ. അതിന് ഇവര് സമ്മതിക്കത്തില്ല ഓനാച്ച. അവർ നാളെ ആൻസിയെ മെഡിക്കൽ എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കാണിക്കും. മജിസ്ട്രേറ്റ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാ. സാറേ, ഈ പോലീസ് എന്ത് തോന്നിവാസം സാറേ കാണിക്കുന്നത്? വിളിച്ചോണ്ട് വന്നിട്ട് ആക്ഷേപിക്കുകയോ? പറയട്ടെ. ഇതെന്തൊരു പോലീസ് സ്റ്റേഷനാ ഇത്? ഇങ്ങനെയുണ്ടോ ഇത്?